നമസ്കാരം, എല്ലാവർക്കും രുചിമഴത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്കിത് ഓവൺ ഉണ്ടെങ്കിൽ ഓവൺ വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും, സാധാരണക്കാർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഓവണൊന്നും ഇല്ലാത്തവർക്കും ബീറ്ററൊന്നും ഇല്ലാത്തവർക്കും ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് എല്ലാം ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത് നമ്മൾ ഇന്ന് കേക്ക്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ വേണ്ടത് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിത് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ അധികം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വയ്ക്കാം, അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഗ്യാസ് ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഓക്കെ, ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അത് കരിഞ്ഞു പോവാതിരിക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഗ്യാസ് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അതായത് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തിക്കായി പോകും, നമ്മുടെ കാരമലൊക്കെ നല്ല കട്ടിയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ തിളച്ച വെള്ളം ചേർക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ ഇതിനൊന്ന് തിളപ്പിക്കാം. എന്നിട്ട് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് കേക്കിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേക്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നല്ലോണം മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പ്രാവശ്യം ഇതിനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമ്മൾ ഈ കേക്കിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റും അതേപോലെ തന്നെ ഡേറ്റ്സും ആണ്. അപ്പോൾ ഞാനൊരു 2 ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സ് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് താന്നു പോകും. അപ്പോൾ അത് താന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്ലോറും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റിലും ഡേറ്റ്സിലും നന്നായിട്ട് ഇത് കോട്ടായി കിട്ടും. അപ്പോൾ അത് താന്നു പോവില്ല. അപ്പോൾ ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമുക്കിതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 3 മുട്ട ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീറ്ററൊന്നും വെച്ചിട്ടല്ല, മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഞാൻ നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗറും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 1 കപ്പ് ഷുഗറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതും നമുക്കൊരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പാണ്. കാരമലൈസ് ചെയ്തിട്ടുള്ള
ഷുഗറാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടോട് കൂടി ഒരിക്കലും ചേർക്കരുത്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരമലൈസ്ഡ് ഷുഗറൊക്കെ നല്ല ചൂടോട് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പോൾ അങ്ങനെ ചേർക്കരുത്. ഓക്കെ, എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേക്ക് മിക്സർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒറ്റയടിക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടു, ഞാൻ ഏകദേശം ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഫ്ലോറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ക്യാരറ്റും ഡേറ്റ്സും. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അത് മിക്സ് ആവുന്ന രീതിയിൽ വേണം ഇതിനൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. കണ്ടോ, ഡേറ്റ്സും ക്യാരറ്റും ബാറ്ററിൻ്റെ എല്ലാ പോർഷനിലും ഒരേപോലെ വരുന്ന രീതിയിൽ, ഇവൺലി സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് മിക്സായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഇതേപോലെ ഒരു പാനിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറും അതിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മുടെ കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ എയർ ബബിൾസോ അല്ലെങ്കിൽ അത് എല്ലായിടത്തേക്കും ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മുമ്പ് ഇതേപോലെ കേക്ക് ബേക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ മുമ്പ് ഞാൻ ഒരു സീബ്ര കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സാധാരണ ഓവനിൽ ചെയ്യുന്ന പോലെ, ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാറുള്ള പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാത്ത ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 2 മിനിറ്റോളം ഹൈ ഗ്യാസ് ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അത് ചൂടായതിനു ശേഷം അതിന് മേലെ നമ്മുടെ കേക്ക് പാൻ, അതായത് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാൻ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 40 to 45 മിനിറ്റ് ഇതേപോലെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കണ്ടു, ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ കാണാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇതേപോലെ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡിലും ഇതേപോലെ ഒന്ന് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ താഴേക്ക് ഇറക്കി വയ്ക്കാം. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ചൂടാറിയപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ തന്നെ വിട്ടു വന്നിട്ടുണ്ട്. നമുക്കതിനെ ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഒന്ന് കമത്തിയെടുക്കാം. നമ്മുടെ ബട്ടർ പേപ്പർ ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല പാകത്തിന് നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കളർ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഇത് കരിഞ്ഞതൊന്നുമല്ല. നമ്മുടെ കാരമലൈസ് ചെയ്താണ് ഷുഗറൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കളറാണ് അങ്ങനെ. ഓക്കെ, കണ്ടോ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് വശം നല്ല പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.